ആ കയറി വാ. അച്ഛൻ വന്നില്ലേ? അച്ഛൻ വന്നില്ല, അച്ഛന് ലീവ് കിട്ടിയില്ല. അച്ഛൻ കൂടെ വരുമെന്നാണ് പറഞ്ഞിരുന്നത്. അച്ഛന് ജോലിയായി തിരക്കായി പോയി, അതാ വരാൻ സാധിക്കും. മോള് കാര്യങ്ങളെല്ലാം ഞങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ 1 വർഷമായുള്ള അമ്മയുടെ ഇത് പറഞ്ഞിട്ട് കാര്യങ്ങൾ. റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ട് 5 വർഷമായി. ഓ, ലോങ് ടൈം. ശരി. ആ, എന്തായാലും ഞങ്ങളുടെ ഭാഗത്ത് അങ്ങനെ വലിയ എതിർപ്പുകളൊന്നുമില്ല. നിങ്ങൾ തീരുമാനിച്ചു, അറിയിച്ചു, മാന്യമായിട്ട് ഞങ്ങൾ വിവാഹം നടത്തി തരാം. ഓക്കെ. പിന്നെ കാര്യങ്ങളെല്ലാം മോള് പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ ഞാനിപ്പോൾ റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും മോള് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അച്ഛനെ വേറൊരു ദിവസം കൊണ്ടുവരാം, അല്ലെങ്കിൽ നിങ്ങൾ ഫോണിൽ ബന്ധപ്പെട്ടാൽ മതി. കൊണ്ടുവരണമെന്നൊന്നുമില്ല. അച്ഛന് ഞാൻ നമ്പർ തരാം, ഒന്ന് കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞാൽ മതി. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കാം. ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എതിർപ്പൊന്നുമില്ല എന്ന് ഞങ്ങൾ അറിയിക്കുന്നു. അമ്മേനെ കണ്ടില്ലല്ലോ ഇവിടെ? അമ്മ ഉണ്ട്. അമ്മ അതെ, ഞാൻ കിച്ചൺ താഴെയാണ്. അപ്പോൾ താഴെ നിന്ന് അമ്മ ഇപ്പോൾ കയറി വരും. ലതേ, പേരെന്തോന്നാ? എൻ്റെ പേര് സെബാസ്റ്റ്യൻ. അച്ഛൻ വന്നില്ലായിരുന്നാ? അച്ഛൻ വന്നില്ല, അച്ഛന് ജോലിയായിട്ട് ബിസിയാണ്. ഇറങ്ങട്ടെ, എനിക്ക് ഓഫീസിൽ പോകാൻ സമയമായി. അപ്പൊ പോട്ടെ അമ്മേ. ശരി. അപ്പൊ ശരി, കാണാം. ഓക്കെ. എങ്ങനെയുണ്ട് പയ്യൻ? എങ്ങനെയുണ്ട്? പയ്യനൊക്കെ കൊള്ളാം. അതെന്താ ഒരു തൃപ്തി കുറവല്ലേ? കുഴപ്പമില്ല. അവൾക്ക് കുറച്ച് സ്വർണ്ണമൊക്കെ കൊടുക്കണ്ടേ നമ്മൾ? സ്വർണം കൊടുക്കാൻ നിൻ്റെ കയ്യിൽ ഉണ്ടോ സ്വർണം? സ്വർണ്ണം ഇല്ല, നമ്മൾ ലോൺ എടുത്താൽ വല്ലതും കൊടുക്കണം. അത് തന്നെ വീണ്ടും പറയുന്നു. ലോൺ എടുക്കില്ല, അതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ട. ഞാൻ വയസ്സാകുമ്പോൾ എനിക്ക് കയറി കിടക്കാനൊരു വീട് വേണം. അതിനാണ് ഞാൻ കഷ്ടപ്പെട്ട് ഈ മക്കളെ വളർത്തുന്നതിനിടയ്ക്ക് ഈ വീടും കൂടെ ഉണ്ടാക്കിയത്. ഇനി ഇതിനെ പണയപ്പെടുത്തി ഞാൻ സ്വർണം കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത് നടക്കാത്തൊരു കാര്യമാണ്. വയസ്സാം കാലത്ത് എനിക്ക് ആരെങ്കിലും ഒരു നേരം നടയിൽ നിന്നിട്ട് എനിക്ക് വിശക്കണമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും എനിക്ക് ഒരു നേരത്തെ ആഹാരം തരും. എനിക്ക് കിടക്കാൻ ഇടയില്ലെന്ന് പറഞ്ഞാൽ ആരും എന്നെ കൊണ്ടുപോയി കിടത്തില്ല. അതുമല്ല, നാളെ മകളെ കല്യാണം കഴിച്ചു കൊടുത്ത് അവൾക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ അവൾക്ക് കയറി വരാനൊരു വീടുണ്ടോ? മണ്ടത്തരങ്ങളൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കുറേയൊക്കെ ആലോചിക്കണം. അത്യാവശ്യം എന്തെങ്കിലും പൊട്ടും പൊടിയൊക്കെ കൊടുക്കാൻ നമ്മളെ കയ്യിലുണ്ടല്ലോ, അത് കൊടുത്ത് കെട്ടിച്ച് വിടുക. വീട് അവിടെ നിൽക്കട്ടെ. നാളെ അവരുടെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം പോവുകയാണെങ്കിൽ അന്ന് നമുക്ക് അതിനെപ്പറ്റി ആലോചിച്ചാൽ പോരെ. ആവശ്യമില്ലാതെ വെറുതെ ദുഃഖിച്ചിരുന്നിട്ട് കാര്യമില്ല. ഓരോ സംഭവങ്ങളും നമ്മൾ കാണുന്നില്ലേ? കല്യാണം കഴിഞ്ഞ് അവിടെ ചെന്ന് ഈ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ മാനസിക പ്രശ്നങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിനെ കൂടെ ലോണും കൂടെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ അടയ്ക്കും? എനിക്ക് സ്ഥിര വരുമാനം ഉണ്ടോ? അപ്പോൾ ഇതെല്ലാം നമ്മൾ ആലോചിച്ചിട്ടല്ലേ ഓരോന്ന് ചെയ്യാവൂ. അതുകൊണ്ട് തൽക്കാലം നമ്മൾ സ്വർണം കൊടുക്കുക എന്നുള്ള വിഷയം മാറ്റി വെച്ചിട്ട് നമ്മുടെ കയ്യിലുള്ളത് അഡ്ജസ്റ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കുക, അവർക്ക് അത്യാവശ്യം 4 ആൾ കാണുമ്പോൾ ഉള്ളത്. അല്ലാതെ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് വീട് വെച്ച് പണയം വെച്ചിട്ട് ഒരു 100 രൂപേൻ്റെ സ്വർണ്ണം അണിഞ്ഞ് മാത്രമേ നീ കല്യാണത്തിന് സമ്മതിക്കൂ, അല്ലെങ്കിൽ സന്തോഷമായിട്ട് നിൽക്കില്ല എന്നാണ് തീരുമാനമാണെങ്കിൽ ഞാനിതിനെതിരാണ്. എനിക്ക് താല്പര്യമില്ല, ഞാൻ ചെയ്യില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, അവരോട് പറയുക, രജിസ്റ്റർ വാങ്ങി കഴിച്ച് പോവായി. ഞാൻ സാധാരണ അച്ഛന്മാർ പറയുന്ന പോലെ നീ അങ്ങനെയാണ് ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ട് ഞാൻ കല്യാണം നടത്തി തരില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. കല്യാണം മാന്യമായിട്ട് നടത്തി കൊടുക്കും. സ്വർണം നിൻ്റെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉള്ള പൊട്ടും പൊടി കൊടുക്കുക, അല്ല അതിനപ്പുറത്തോട്ടുള്ള ഒരു കാര്യം ഇവിടെ നടക്കില്ല. വീട് വയ്ക്കുക എന്നുള്ള ഒരു വിഷയം വരുന്നില്ല. ലോൺ എടുക്കില്ല, പലിശയ്ക്ക് വാങ്ങിക്കില്ല. ഞാൻ പറഞ്ഞവരെല്ലാവരും ചോദിക്കൂലേ പെണ്ണിന് എത്ര സ്വർണ്ണം ഉണ്ടെന്നൊക്കെ? അത് ശരി, കല്യാണം കൂടാൻ വരണ ഒരു പെണ്ണിൻ്റെ സ്വർണ്ണം എണ്ണാൻ വരുന്നവരാണ്. അത് നിന്നെ പോലുള്ള മാനസിക രോഗികൾ കുറേ വരും. അവർക്ക് എത്ര കമ്മലുണ്ട്, അവർക്ക് എത്ര ചെയിനുണ്ടെന്ന് നോക്കാൻ. സാധാരണ ഉള്ളവരൊന്നും വരില്ല. അവർ നമ്മൾ വിളിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കും, അവർ പോവും. അവരുടെ സ്വർണ്ണം എണ്ണാൻ നിൽക്കുന്നവരൊന്നും അല്ല. ഇതെല്ലാം നമ്മുടെ തോന്നലുകളാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് പെണ്ണിൻ്റെ വീട്ടുകാരാണ്, ചെറുക്കൻ്റെ വീട്ടുകാരല്ല. കാരണം ചുമ്മാ ഇരിക്കുന്ന പെണ്ണിന് കുറേ സ്വർണം കൊടുക്കും, അവരതിനെടുത്ത് തിരിച്ചും മറിച്ചും വിൽക്കാൻ തുടങ്ങും, വീട്ടിൽ പ്രശ്നങ്ങളും തുടങ്ങും. ദയവായി മനസ്സിലാക്കൂ, ഇനിയുള്ള കാലത്തെങ്കിലും മനസ്സിലാക്കൂ. സ്വർണ്ണമാണ് ഏറ്റവും കൂടുതൽ പെൺകുട്ടികളുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. ആ കുട്ടിക്ക് കൊടുക്കുന്ന ഒരു വീടോ ഒരു വസ്തുവോ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല, കൊടുക്കുന്ന സ്വർണ്ണമാണ് പ്രശ്നം. നമ്മളെപ്പോലുള്ളവരെങ്കിലും അത് മനസ്സിലാക്കണ്ടേ? ഇത്രയും നമ്മൾ കാണുന്നില്ലേ? ലോകം മുഴുക്കെ നമ്മൾ ഉള്ള കാര്യങ്ങൾ അറിയുന്നു. ഇനിയെങ്കിലും അതൊക്കെ മനസ്സിലാക്കണ്ടേ? നമ്മൾ ഈ വീട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് നാളെ കയറി വരാൻ ഒരു വീട് വേണ്ടേ? ഈ കാര്യം ഇന്നിവിടെ അവസാനിപ്പിക്കുക. ഇനി സ്വർണത്തിനെ കുറിച്ചോ സംസാരിക്കാൻ പാടില്ല. സംസാരിച്ചാൽ ഞാൻ ഈ കാര്യത്തിൽ ഇടപെടില്ല.
ശക്തമായ രീതിയിൽ ഞാൻ ഇന്ന് പറയണം, മാന്യമായി നിന്ന് സഹകരിക്കുക, അവളെ കല്യാണം കഴിപ്പിച്ച് വിടുക. സ്വർണത്തിൻ്റെ പ്രശ്നമേ ഇല്ല, ഉള്ളത് കൊടുക്കുക, അത്ര തന്നെ.